പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അംഗങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരാൻ പോകുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ദോഷം വരാൻ പോവുകയോ എന്തെങ്കിലും ആപത്തുകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരാൻ പോകുന്നതിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകൾ പ്രകൃതി നമുക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകൾ നമുക്ക് കാണിച്ചു തരും. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. പലപ്പോഴും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാനായാലും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. ചില ഒരു 2-3 അനുഭവങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തന്നെ വന്നു. അങ്ങനെ നമ്മൾ തന്നെ ആലോചിക്കും, അയ്യോ ഇതിനു മുമ്പിട്ട് ഇങ്ങനെ സംഭവിച്ചിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഊഹിച്ചോണം നമ്മുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്, എന്തോ ഒരു ആപത്ത് നമുക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണ്ടുന്ന മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വരാൻ പോകുന്നത് എന്തായാലും വരും. നമ്മൾ എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വരും. പക്ഷെ നമുക്ക് വരാൻ പോകുന്നതിൻ്റെ ആ കാഠിന്യം ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് വലുതായിട്ട് വരാൻ പോകുന്നത് നമുക്കൊരിച്ചിരി മനസ്സമാധാനം കിട്ടുന്ന രീതിയിലൊക്കെ ആയിട്ട് അങ്ങ് പോകുന്ന രീതിയിൽ നമ്മൾ പറയത്തില്ലേ, കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുവന്നൊക്കെ പഴമക്കാരൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ഇതിലേതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി കൂടി ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാക്കയാണ്. നമ്മുടെ വീടുകളിലെ നമുക്കറിയാം, നമുക്ക് എല്ലാ വീടുകളിലെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഒന്നാണ് കാക്ക എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ പുലർച്ചെ മുതൽ സന്ധ്യ വരെ, കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 6:30 സന്ധ്യ ആയി കഴിഞ്ഞാൽ 6:30-7 മണി വരെയും കാക്കയുടെ ഒരു ഇതുകൾ കാണാൻ പറ്റും. കാക്ക കരച്ചിലും കാക്കയുടെ പോക്കുവരക്കും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം അതേപോലെ തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് കാണാൻ പറ്റുന്ന, ഒരു സന്ധ്യ വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കാക്ക എന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും കാണുന്നതാണ്. പക്ഷേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാക്കയെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസം കാണാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ മാത്രം കാണുന്നില്ല, നമ്മുടെ സമീപത്തുള്ള അയൽവക്കത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം നമ്മുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നു, എന്തോ ഒരു ദോഷം നമുക്ക് വരാൻ പോകുന്നു. ഈശ്വര ചൈതന്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത്. നമ്മളെപ്പോഴും പറയത്തില്ലേ, ദൈവികമായ ചൈതന്യമുള്ള ഒന്നാണ് കാക്ക എന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട്, ശനീശ്വരൻ്റെ വാഹനമായിട്ടാണ് കാക്കയെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ദൈവികമായ ഒരു പരിവേഷം നമ്മൾ കാക്കയ്ക്ക് തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ദൈവികമായ ആ ഒരു ശക്തി മാറിയതിന് ശേഷം എന്തോ ഒരു ദുഷ്ടശക്തി നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാക്കകൾ അന്വേഷിച്ചിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഭവനങ്ങളിലാണെങ്കിൽ നമുക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുക്കാറേ ഇല്ല. കാരണം എനിക്കത് അനുഭവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു ദോഷം വരാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്ന നമ്മുടെ സമയം ശരിയല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാക്ക ആ ഭക്ഷണം എടുക്കാറേ ഇല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത് പല്ലിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നാണ് പല്ലി. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഈ പല്ലിയെ കൊണ്ട്. എല്ലാവരും പറയും വൃത്തിയൊന്നും ഇല്ലാത്ത വീടുകളിലാണ് പല്ലി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. എത്ര നമ്മൾ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പല്ലി എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ്. പല്ലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികളെയും ഒക്കെ ഭക്ഷിച്ചാണ് അവർ കഴിയുന്നത്. നിരുപദ്രവകാരികളായ ഒന്നാണ്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നും കയറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് നമുക്ക് ദോഷമായിട്ട് തന്നെ വരികയുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ പല്ലികൾ നിരന്തരം നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ പല്ലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭവനമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പല്ലികൾ ഒറ്റ ഒരെണ്ണത്തിനെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ പല്ലികൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് എന്തോ ഒരു ദുഷ്ടശക്തി അഥവാ ഒരു നെഗറ്റീവ് എനർജി എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കതിൻ്റെ ആ പരിണിത ഫലം അനുഭവിക്കാൻ സമയമായിരിക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണത്. പല്ലി നമ്മുടെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ ദൈവികമായ ഒരു ചൈതന്യം നമ്മുടെ വീട്ടിൽ നിന്നും പോയെന്നാണ് പഴമക്കാർ തന്നെ പറയുന്നത്.
രണ്ടാമത്തെ കാര്യം ഈ പല്ലിയാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ചെടിയാണ്. ഇതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. തുളസി ചെടി നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഹിന്ദു ഭവനങ്ങളിലെല്ലാം, ഇപ്പോൾ ഹിന്ദു ഭവനങ്ങളിലെന്നല്ല എല്ലാ ഭവനങ്ങളിലും തുളസി ചെടി ഉണ്ടായിരിക്കും. പക്ഷേ ഹിന്ദു ഭവനങ്ങളിൽ പണ്ട് മുതലേ ഉള്ളതാണ് ഈ തുളസി ചെടി എന്ന് പറയുന്നത്. 2-3 ടൈപ്പ് തുളസിയുണ്ട്. ഇതെല്ലാം നമ്മൾ നട്ട് വെളുപ്പിക്കാറുണ്ട്, തനിയെ മുളച്ച് വരാറുണ്ട്, നല്ല ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കാറുമുണ്ട്. പക്ഷേ ചില വീടുകളിൽ നന്നായിട്ട് വളർന്നു വരുന്ന തുളസി ചെടി പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവുക. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് അതങ്ങ് ഉണങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പാക്കിക്കോണം ആ വീട്ടിൽ എന്തോ ഒരു ദുഷ്ടശക്തിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആ ഭവനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം യാതൊരു കാരണവശാലും അങ്ങനെ പെട്ടെന്ന് വളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുളസി അങ്ങനെ ഉണങ്ങി പോവാറില്ല. തുളസി ഉണങ്ങി പോവുകയാണെങ്കിൽ ഇതായിരിക്കും കാരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കാരണവശാലും നമ്മുടെ വീടുകളിൽ നിർത്തിയേക്കരുത്, അത് വെട്ടിക്കളയുക തന്നെ ചെയ്യണം. കാരണം അത് അവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഉണങ്ങി പോകുന്നതിനേക്കാൾ ദോഷമാണ് ഉണങ്ങിയ തുളസി നമ്മുടെ ഭവനത്തിൽ നിർത്തിയിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റിലയാണ്. വെറ്റില നമ്മൾ എല്ലാ വീടുകളിലും ഒന്നും കാണത്തില്ല. പക്ഷേ ചില വീടുകളിലൊക്കെ വെറ്റിലയുടെ മഹത്വം അറിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വെറ്റില എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കാറുണ്ട്. കാരണം ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള ഒന്നാണ് തുളസി ചെടി, വെറ്റില എന്നിവയൊക്കെ. അപ്പോൾ ഈ വെറ്റില പെട്ടെന്ന് നന്നായിട്ട് വളർന്നു നിൽക്കുന്ന വെറ്റിലയൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോവുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ദോഷം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനായിട്ട് കാണപ്പെട്ടിരുന്ന വ്യക്തികൾ, യാതൊരു വിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല, മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം നമുക്ക് ഭയങ്കര മൗനിയായി പോവുക, അല്ലെങ്കിൽ ആരോടും മിണ്ടാനും സഹകരിക്കാനും അല്ലെങ്കിൽ സന്തോഷമായിട്ടൊന്ന് ചിരിക്കാനും ഒന്നും ഉള്ള ഒരു താല്പര്യമൊന്നുമില്ലാതെ എപ്പോഴും മനസ്സിൽ എന്തോ ഒരു വിഷമം അലട്ടിയിരിക്കുന്ന പോലെ ഒരു തോന്നൽ. നമുക്ക് എന്ത് വിഷമമാണുള്ളതെന്ന് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ തരണം ചെയ്യാത്ത ഒരു വ്യക്തികളും കാണത്തില്ല. എത്ര കാശുള്ളവരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരും ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു അവസ്ഥ തരണം ചെയ്യാത്തതായിട്ടുണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അപ്പം പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോവുക, കടങ്ങളിൽ നിന്നും കടങ്ങളിലേക്ക് പോവുക, മാറാ രോഗങ്ങൾ വരിക, എന്നും അസുഖങ്ങളാണ്. നമുക്ക് ഇന്നൊരു അസുഖങ്ങൾ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു അസുഖങ്ങൾ വരിക. നമുക്ക് എപ്പോഴും ഇങ്ങനെ മനോദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാപത്തുകളോ ആക്സിഡൻറ്റുകളോ അങ്ങനെയൊക്കെ വരിക, അകാലത്തിൽ മരണമടയുക, ഇതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ കടം എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടം ആവുക, അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എത്രയോ നമുക്ക് ജോലിയൊക്കെ ഉണ്ട്, നമുക്കുള്ള കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്കായിട്ട് ഉപകരിക്കാൻ പറ്റാത്ത രീതിയിലായി പോവുക നമുക്ക്. കാരണം അത് കയ്യിൽ നിൽക്കുന്നില്ല. ഹോസ്പിറ്റൽ ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അങ്ങ് ചിലവായി പോവുക. എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒരു പ്രയോജനം ഇല്ലായി പോവുക. 10 കിട്ടുവാണെങ്കിൽ അത് 100 നമുക്ക് ചിലവാകുന്ന രീതിയിലായി പോവുക. അതുപോലെ തന്നെ എപ്പോഴും വീട്ടിലൊരു സമാധാനം ഇല്ലാതിരിക്കുക, വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയൊന്നും ഇല്ലാതെ എപ്പോഴും കലഹങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജി ബാധിച്ച വീടുകളുടെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ വെച്ച വീടുകളൊക്കെ നമുക്ക് വിറ്റ് പോകേണ്ടത്, കിടപ്പാടം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പ്രതിവിധികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് തുളസിയില ഇടുക. പണ്ടൊക്കെ ആണെങ്കിൽ തുളസിയില ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്, പണ്ടൊക്കെ ഗോമൂത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒന്നല്ല, നമ്മൾ തുളസിയില എടുത്താൽ മതി. കുറച്ച് തുളസിയില എടുക്കുക, തുളസിയില എടുത്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക.
നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. നമുക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ല, പച്ചമഞ്ഞളാണ് ഇരിക്കുന്നതെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് കഴിഞ്ഞാലും ഏറ്റവും നല്ലത്, അതും ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് തുളസി ഇലയും കല്ലുപ്പ് തന്നെ വേണം, പൊടിയുപ്പ് ഇടരുത്, കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകിൽ നമ്മൾ കുറച്ച് മാവിൻ്റെ ഇല ഒടിച്ചെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഒടിച്ചെടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഇലയായിരിക്കണം. ഈ ഏതെങ്കിലും ഇല കുറച്ച് ഒടിച്ചെടുത്ത് ഒരു കെട്ട് പോലെ നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് മുക്കി നമ്മുടെ വീടിൻ്റെ 4 വശത്തും നമുക്ക് കുടയാവുന്നതാണ്. കുടയുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് ഈ ഒരു സംഭവങ്ങളൊന്നും, ഈ ലക്ഷണങ്ങളൊന്നും നമ്മുടെ ഭവനങ്ങളിൽ ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അടുപ്പിച്ചൊരു 7 ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്കുടെ ജീവിത രീതിക്ക് തന്നെ നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും കുറേയധികം വ്യത്യാസങ്ങൾ നമുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു അടുപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ അടുപ്പിച്ചൊരു 7 ദിവസം നമ്മൾ സാമ്പ്രാണി നമ്മുടെ വീടിൻ്റെ എല്ലാ മുറികളിലും പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. 2-3 സാമ്പ്രാണി വെച്ച് നമ്മുടെ വീടിൻ്റെ എല്ലാ റൂമുകളിലും കൊണ്ടുവന്ന് പുകയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കർപ്പൂരം പുകയ്ക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. കാരണം ഈ സുഗന്ധങ്ങളൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഒരു പരിധി വരെയും നമുക്ക് പുറത്താക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ മഞ്ഞളും ഉപ്പും ഒക്കെ ചേർന്ന വെള്ളം കൂടി കുടഞ്ഞു കഴിയുമ്പോഴേക്കും വളരെയധികം ഉത്തമമാണ് ഇത്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരടെടുക്കുക. ചരടെന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള നൂല് പോലെയുള്ള ചരടെടുക്കുക. ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം. കട്ടിയുള്ള ചരടെടുക്കുക. അതിൻ്റെ ഒരു ഏറ്റവും എൻഡിൽ നമുക്ക് ഒരു കരിക്കട്ട എടുത്ത് കെട്ടി വയ്ക്കാവുന്നതാണ്. ഒരു ചെറിയ തൊണ്ട് പുകച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിറവ് കത്തിയേൻ്റെ ഒരു കരിക്കട്ട കെട്ടി വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു നാരങ്ങ, അതായത് ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് നല്ല പഴുത്ത നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങയായിരിക്കണം. അതുപോലെ തന്നെ കേടുപാടുകളൊന്നും ഉള്ള നാരങ്ങ ആവുകയും ചെയ്യരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ മേൽപ്പറഞ്ഞ കണക്ക് ഉപ്പ് എടുക്കുന്ന സമയത്തും ഉപ്പെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഉപ്പ് ഒരിക്കലും പൊടിയുപ്പായിരിക്കരുത്, കല്ലുപ്പ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാരങ്ങയുടെ കാര്യമാണ്. നാരങ്ങയും കൂടി എടുക്കുക, കരിക്കട്ട ഇതുപോലെ കെട്ടിയതിന് ശേഷം ഈ ഒരു നാരങ്ങയും കൂടി ഇതിലേക്ക് കൊരുത്തിടുക, ഈ നൂലിലേക്ക് കൊരുത്തിടുക. അതിനുശേഷം ഒരു 7 പച്ചമുളക് എടുക്കുക. അതായത് തണ്ടുള്ള പച്ചമുളക് വേണം. പച്ചമുളക് അത് കേടുപാടുകളൊന്നും ഇല്ലാത്ത പച്ചമുളക് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോയതോ പൊട്ടിപ്പോയതോ ആയ പച്ചമുളക് എടുക്കരുത്. 7 പച്ചമുളക് കൂടി എടുത്ത് ഈ ചരടിലേക്ക് തന്നെ കൊരുത്തിടുക. നമ്മുടെ വീടിൻ്റെ പുറത്ത് കയറി വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടാവുന്നതാണ്. അത് നമുക്കൊരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും കെട്ടിയിടണമെന്നുള്ളവർക്ക് കെട്ടിയിടാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് നമുക്ക് നിർത്തുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അത് അപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജി ഒരു പരിധി വരേക്കും മാറ്റാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ സ്റ്റീൽ ഗ്ലാസും പ്ലാസ്റ്റിക് ഗ്ലാസും എടുക്കരുത്, ചില്ല് ഗ്ലാസ് തന്നെ എടുക്കണം. ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക. ചില്ല് ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. ശുദ്ധമായ കിണറിൽ നിന്നും കോരുന്ന വെള്ളം ഒഴിക്കണം. പൈപ്പിൽ നിന്ന് വരുന്നതിനേക്കാളും ഉത്തമം കിണറിൽ നിന്ന് കോരുന്നതാണ്. ശുദ്ധമായ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ളതും നല്ല മഞ്ഞ കളറിലിരിക്കുന്നതുമായിട്ടുള്ള നാരങ്ങയായിരിക്കണം. നല്ല പഴുത്ത നാരങ്ങയായിരിക്കണം. കേടുപാടുകളൊന്നും ഇല്ലാത്തത് അതുകൂടി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു വെറ്റില എടുക്കുക. വെറ്റിലയുടെ തണ്ട് ഭാഗം ഒടിച്ച് കളഞ്ഞതിന് ശേഷം ഈ വെറ്റില വെച്ച് നമുക്ക് ഈ ഗ്ലാസ് അടച്ചു വയ്ക്കാവുന്നതാണ്. അടച്ചതിന് ശേഷം ഒരു വൈകുന്നേരത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ഏതൊരു ദിവസമായാലും വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകുന്നേരത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. വൈകുന്നേരത്ത് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ അടച്ചു വെച്ചിരിക്കുന്ന വെറ്റില എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഏതൊരു വ്യക്തിക്കാണോ എന്തെങ്കിലും ഈ നമ്മൾ പറഞ്ഞ കണക്ക് മാനസിക ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയുള്ള എന്തെന്നല്ലാത്ത ഒരു ടെൻഷനും ഒക്കെ ഉള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവർക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. അവർക്ക് നല്ല ഭവനത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ കുടിക്കാവുന്നതാണ്. പക്ഷേ ഈ വ്യക്തികൾ ഈ വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിച്ച് ഈ നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് പിന്നെ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. പിഴിഞ്ഞൊഴിച്ചില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നാരങ്ങ വെള്ളം കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കണമെന്നില്ല. ഇല്ലാതെ നമുക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ്. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചൊരു 3 ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
എത്ര മാനസികമായിട്ട് ഒരു ഉന്മേഷവും ഉണർവോ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും, വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.